അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത് ബ്ലാക്ക് പാന്തറിനെയാണ്. ബ്ലാക്ക് പാന്തർ എങ്ങനെയാണ് എറ്റർണിറ്റിയുടെ ഹെറാൾഡായി മാറിയതെന്നാണ് ഇനി കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാങ് ടൈമെല്ലാം ബ്രേക്ക് ചെയ്തത് ഇഷ്ടപ്പെടാത്ത എറ്റർണിറ്റി ക്യാങ്ങിനെ വീഴ്ത്തുവാൻ തീരുമാനിച്ചു. പക്ഷെ നേരിട്ട് ഇടപെടാൻ എറ്റർണിറ്റിക്ക് സാധിക്കാത്തതുകൊണ്ട് പുള്ളിക്കാരൻ തനിക്ക് പകരം തൻ്റെ പവേഴ്സ് എല്ലാം ബ്ലാക്ക് പാന്തറിന് നൽകി ബ്ലാക്ക് പാന്തറിനെ തൻ്റെ അവതാർ അഥവാ ഹെറാൾഡാക്കി എറ്റർണിറ്റി മാറ്റി. ബ്ലാക്ക് പാന്തറിനെ തൻ്റെ അവതാറാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ബ്ലാക്ക് പാന്തറിനെ ക്യാങ് ഗൗൺലൈറ്റ് ഉപയോഗിച്ച് കൊല്ലുന്നതിന് മുമ്പ് എറ്റർണിറ്റി ബ്ലാക്ക് പാന്തറിനെ രക്ഷിച്ചത്. എന്നിട്ട് ബ്ലാക്ക് പാന്തർ മരിച്ചതായി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഇല്യൂഷൻ എറ്റർണിറ്റി തൻ്റെ പവർ ഉപയോഗിച്ചുണ്ടാക്കി ബാക്കിയുള്ളവരെ വിശ്വസിപ്പിച്ചു. അങ്ങനെയാണ് എറ്റർണിറ്റിയുടെ പവേഴ്സ് എല്ലാം ലഭിച്ച് എറ്റർണിറ്റിയുടെ അവതാർ അഥവാ ഹെറാൾഡായി ബ്ലാക്ക് പാന്തർ ക്യാങ്ങിൻ്റെയും ബാക്കിയുള്ളവരുടെയും അടുത്തേക്ക് വന്നത്. ഇപ്പോൾ ബ്ലാക്ക് പാന്തറിനെ ജീവനോടെ കണ്ട് അവെഞ്ചേഴ്സിന് എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് പാന്തർ നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുമെന്ന് ക്യാങ്ങിനോട് പറഞ്ഞ് ബ്ലാക്ക് പാന്തർ ക്യാങ്ങിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ക്യാങ് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് ബ്ലാക്ക് പാന്തറുമായി അവിടെ വലിയൊരു ഫൈറ്റ് നടത്തുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ ബ്ലാക്ക് പാന്തർ നിനക്കെന്നെ തോൽപ്പിക്കണമെങ്കിൽ നീ എന്നെ ആദ്യം കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് അവിടുന്ന് എങ്ങോട്ടോ അപ്രതീക്ഷിതമായി പോവുകയാണ്. അത് കണ്ടതും ബ്ലാക്ക് പാന്തർ തനിക്ക് നേരെ കാര്യമായി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ക്യാങ്ങിന് മനസ്സിലായതും അപ്പോൾ തന്നെ ക്യാങ് ബ്ലാക്ക് പാന്തറിനെ അന്വേഷിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങിയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് അവെഞ്ചേഴ്സിനെ എല്ലാം അവെഞ്ചേഴ്സ് മൗണ്ടൻ്റെ പുറത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ എല്ലാം നേർക്ക് മറ്റൊരു ഡിഫറെൻറ്റ് ടൈം ലൈനിലുള്ള അവെഞ്ചേഴ്സിനെ ക്യാങ് കൊണ്ടുവന്ന് നമ്മുടെ അവെഞ്ചേഴ്സിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ക്യാങ് കൊണ്ടുവന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈം ലൈനിലുള്ള ഈവൽസായ പ്രഡേറ്ററായി മാറിയിരിക്കുന്ന അവെഞ്ചേഴ്സിനെയാണ്. അങ്ങനെ ഇപ്പോൾ പ്രഡേറ്റർ അവെഞ്ചേഴ്സും നമ്മുടെ ഒറിജിനൽ അവെഞ്ചേഴ്സും അവിടെ ഏറ്റുമുട്ടുകയാണ്. പ്രഡേറ്റർ അവെഞ്ചേഴ്സിനോട് ഭയങ്കര പാടുപെട്ടാണ് നമ്മുടെ അവെഞ്ചേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിനിടയിൽ ക്യാങ് ബ്ലാക്ക് പാന്തറിനെ അന്വേഷിച്ച് ഓരോരോ സ്ഥലങ്ങളിലുമെല്ലാം പോവുകയാണ്. അങ്ങനെ അവസാനം ക്യാങ് ബ്ലാക്ക് പാന്തറിനെ കണ്ടെത്തുന്നു. ഇപ്പോൾ ബ്ലാക്ക് പാന്തർ ഉള്ളത് പാസ്റ്റിലാണ്. അതും ക്യാങ് ഫ്യൂച്ചറിലേക്ക് ആദ്യത്തെ ബയോമെക്കാനോയിഡിനെ അയക്കുന്ന സമയത്തിലേക്കാണ് ഇപ്പോൾ ബ്ലാക്ക് പാന്തർ വന്നിരിക്കുന്നത്. മാത്രമല്ല ബ്ലാക്ക് പാന്തറിൻ്റെ മനസ്സിലുള്ള ശരിയായ പ്ലാൻ എന്താണെന്ന് ക്യാങ്ങിന് മനസ്സിലായതും അത് കണ്ട് ക്യാങ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ ബ്ലാക്ക് പാന്തറിനെ തടയുവാൻ വേണ്ടി ചെല്ലുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലാക്ക് പാന്തർ അവിടെ പാസ്റ്റിൽ ആദ്യത്തെ ബയോമെക്കാനോയിഡിനെ ഫ്യൂച്ചറിലേക്ക് അയക്കുവാൻ പോകുന്ന ക്യാങ്ങിനെ വെട്ടി മുറിവേൽപ്പിച്ച് വീഴ്ത്തുകയാണ്. അത് കണ്ട് ഒറിജിനൽ ക്യാങ് ഞെട്ടിപ്പോകുന്നു. ക്യാങ്ങിന് എന്തൊക്കെയോ സംഭവിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ അവെഞ്ചേഴ്സിനോട് ഫൈറ്റ് ചെയ്യുന്ന പ്രഡേറ്റേഴ്സും പിന്നെ ഭൂമിയുടെ പല ഭാഗത്തുമുള്ള ബയോമെക്കാനോയിഡ്സും അപ്രത്യക്ഷമാവുകയും മാത്രമല്ല ക്യാങ് ടൈം ബ്രേക്കർ ഡിവൈസ് ആക്കി മാറ്റിയിരുന്ന അവെഞ്ചേഴ്സ് മൗണ്ടൻ പഴയതുപോലെ സാധാ അവെഞ്ചേഴ്സ് മൗണ്ടനായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ അതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന അവെഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ ബ്ലാക്ക് പാന്തർ വരികയാണ്. അപ്പോൾ തന്നെ അവെഞ്ചേഴ്സ് എന്താണ് സംഭവിച്ചതെന്ന് ബ്ലാക്ക് പാന്തറിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ബ്ലാക്ക് പാന്തർ ഞാൻ പാസ്റ്റിലേക്ക് ചെന്ന് ആദ്യത്തെ ബയോമെക്കാനോയിഡിനെ ഫ്യൂച്ചറിലേക്ക് അയക്കുവാൻ തുടങ്ങുന്ന ക്യാങ്ങിനെ വെട്ടി വീഴ്ത്തിയെന്നും അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബയോമെക്കാനോയിഡ് ഭൂമിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന സംഭവം ഇപ്പോൾ ഒരിക്കലും നടക്കാത്ത രീതിയിലേക്ക് മാറിയെന്നും അങ്ങനെ ഒരു സംഭവമോ അതിനുശേഷം ക്യാങ് ഇവിടെ വന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളുമെല്ലാം ഇപ്പോൾ ഭൂമിയിൽ നടന്നിട്ടില്ല എന്നും ക്യാങ്ങിൻ്റെ ബയോമെക്കാനോയിഡ് കാരണമുണ്ടായ നാശനഷ്ടങ്ങളും മരണങ്ങളും സമയബന്ധിതമായി ശരിയാക്കിയെന്നും നമ്മൾ അവെഞ്ചേഴ്സിന് മാത്രമാണ് ക്യാങ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെപ്പറ്റി അറിയത്തുള്ളൂവെന്നും മാത്രമല്ല ടൈം ബ്രേക്കർ ഡിവൈസ് ഇല്ലാത്തതുകൊണ്ട് എറ്റർണിറ്റിയുടെ കയ്യിൽ നിന്നും ഇനി ക്യാങ്ങിന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നും ബ്ലാക്ക് പാന്തർ അവെഞ്ചേഴ്സിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ബ്ലാക്ക് പാന്തർ പറഞ്ഞതെല്ലാം കേട്ട അവെഞ്ചേഴ്സിന് വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ അവെഞ്ചേഴ്സ് പ്രത്യേകിച്ച് നമ്മുടെ ബ്ലാക്ക് പാന്തർ ക്യാങ്ങിനെ തോൽപ്പിച്ച് ഭൂമിയെ രക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.